പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വീണ്ടും വിവാദ പ്രസ്താവനയുമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മാനേജ്മെന്റ് സർക്കാരിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് ശിവൻകുട്ടിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന. കഴിഞ്ഞ ദിവസവും വിവാദ പ്രസ്താവനയുമായി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരുന്നു. അവിടെ സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് ഒത്തുതീർപ്പാക്കിയ വിഷയത്തിലാണ് പ്രകോപനപരമായ പ്രസംഗവുമായി വി ശിവൻകുട്ടി രംഗത്ത് വന്നത്. ഹിജാബ് ധരിക്കാനുള്ള അവകാശം ആ കുട്ടിക്കുണ്ട് എന്നതായിരുന്നു ശിവൻകുട്ടിയുടെ നിലപാട്. എന്നാൽ ഇതൊരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രമായി പിന്തുണയ്ക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടാണെന്നും ഇത് അംഗീകരിക്കാനാകില്ല എന്നും കത്തോലിക്ക കോൺഗ്രസ് അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കേരളത്തിലെ കത്തോലിക്ക വിഭാഗത്തിന്റെ പത്രമായ ദീപിക വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഇറക്കി. ഇതോടുകൂടി പ്രതിരോധത്തിലായ സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയെ തിരുത്തി. അങ്ങനെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഒരു ക്ഷമാപണത്തിന്റെ സ്വരത്തിൽ, ഒരു സമവായത്തിന്റെ സ്വരത്തിൽ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും ഈ ഹിജാബ് വിഷയത്തെ ആളിക്കത്തിക്കാനാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നീക്കം. ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് ആ പദവിക്ക് നിരക്കാത്ത പ്രവർത്തനമാണ് വി ശിവൻകുട്ടി ചെയ്യുന്നത്. ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം സംരക്ഷിക്കാനുള്ള നീക്കം ഒരു ഇടതു സർക്കാരിന്റെ CPM-ന്റെ മന്ത്രിയിൽ നിന്നുണ്ടാകുന്നു എന്നതാണ് ആശ്ചര്യകരം. വി ശിവൻകുട്ടി നടത്തുന്നത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്നും ഒരു മന്ത്രിയുടെ പദവിക്ക് ചേരുന്നതല്ലെന്നും ഹൈക്കോടതിയുടെ അടിയന്തര ഇടപെടലുണ്ടാകുമെന്നും ശിവൻകുട്ടിയുടെ മന്ത്രിസ്ഥാനം വരെ തെറിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന.